മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവിധ വിഭാഗങ്ങളിലെ 7 ഡോക്ടർമാരാണ് സംഘത്തിലുള്ളത്. ആരോഗ്യസ്ഥിതി വിലയിരുത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശിച്ചു എന്നുള്ള വിവരം കൂടിയുണ്ട്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ആരോഗ്യസ്ഥിതി അടിയന്തരമായി വിലയിരുത്തണം. കാർഡിയോളജി, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ക്രിട്ടിക്കൽ കെയർ, ജനറൽ മെഡിസിൻ, പൾമണറി മെഡിസിൻ വിഭാഗം ഡോക്ടർമാർ ആരോഗ്യനില വിലയിരുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അരുണ്, ഇപ്പോൾ ഈ ഒരു നീക്കം അത് ഒരു നിർണായകമായ ഘട്ടമാണ് എന്ന് വേണമെങ്കിൽ കരുതാം, അല്ലേ? അരുൺ, കേൾക്കാമോ? വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ 7 അംഗ ഡോക്ടർമാരുടെ സംഘത്തെ നിയമിച്ചു എന്നുള്ള ഏറ്റവും പുതിയ ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഡോക്ടർമാരാണ് എന്നാണ് മനസ്സിലാകുന്നത്. അരുൺ, അത് ഈ ഇത്തരത്തിലുള്ള നീക്കം ആരോഗ്യ വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതൊരു നിർണായക ഘട്ടമാണ് എന്ന് കരുതാമോ? തീർച്ചയായിട്ടും വി.എസിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം വിലയിരുത്തിയ ശേഷമാണ് ആരോഗ്യവകുപ്പ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലെ 7 ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തെയാണ് വി.എസിന്റെ ചികിത്സയ്ക്കായി ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. കാർഡിയോളജി, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ക്രിട്ടിക്കൽ കെയർ, ജനറൽ മെഡിസിൻ, പൾമണറി മെഡിസിൻ വിഭാഗം പ്രധാനപ്പെട്ട ഡോക്ടർമാരുടെ ഒരു സംഘമാകും ഇനി വി.എസിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുക. നിലവിൽ ഈ ചികിത്സിക്കുന്ന സ്വകാര്യ ആശുപത്രിയിലും അദ്ദേഹത്തെ വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരാണ് അദ്ദേഹത്തിന്റെ ചികിത്സയുടെ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നത്. ഇപ്പോൾ സർക്കാർ തന്നെ ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിക്കുകയാണ്. അദ്ദേഹത്തെ ആരോഗ്യനില പരിശോധിച്ച് മെഡിക്കൽ റെക്കോർഡൊക്കെ പരിശോധിച്ച ശേഷമാണ് ഇത്തരം സംഘത്തെ ഇപ്പോൾ തീരുമാനിച്ച സർക്കുലർ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്നുള്ള ഉത്തരവാണ് 7 വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കൂടി വി.എസിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കണം. സംഘാംഗങ്ങൾ ഇവരാണ്. ഡോക്ടർ സുരേഷ് മാധവ്, അദ്ദേഹം കാർഡിയോളജി വിഭാഗം മേധാവിയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടറാണ്, പ്രൊഫസറാണ് ഡോക്ടർ സുരേഷ് മാധവൻ. ഡോക്ടർ ചിത്ര, അവർ ന്യൂറോളജി വിഭാഗത്തിലെ പ്രൊഫസറും വകുപ്പ് മേധാവിയുമാണ്. കൃഷ്ണദാസ്, പ്രൊഫസർ ആൻഡ് ഹെഡ് മെഡിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഭാഗം മേധാവിയാണ്. അനിൽ സത്യദാസ്, അദ്ദേഹം ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ പ്രൊഫസറാണ്, അസോസിയേറ്റ് പ്രൊഫസറാണ്. എം കെ മോഹൻദാസ്, നെഫ്രോളജി വിഭാഗത്തിലെ പ്രൊഫസറും അതിന്റെ മേധാവിയുമാണ്. ഡോക്ടർ അരുൺ ആർ, ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ പ്രൊഫസറും വകുപ്പ് മേധാവിയുമാണ്. ഡോക്ടർ ഫത്താഹുദ്ദീൻ, പൾമണറി മെഡിസിൻ വിഭാഗത്തിലെ മേധാവിയാണ്. ഇങ്ങനെയുള്ള 7 വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാകും വി.എസിന്റെ ആരോഗ്യനില സംബന്ധിച്ച കൃത്യമായ നിരീക്ഷണങ്ങളും വിദഗ്ധ ഉപദേശവും നൽകുക. ഈ എസ്.യു.ടി ആശുപത്രി ഡോക്ടർമാരുടെ സംഘത്തിന് പുറമെയാണ് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘം കൂടി ഈ ചികിത്സയുടെ ഭാഗമായി മാറുന്നത്. അതീവ ഗുരുതരമാണ് വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യ നില. അതുകൊണ്ടുകൂടിയാണ് അത് ഏത് വിധേനയും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് വിദഗ്ധ സംഘം. നേരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഇവിടെ നേരിട്ടെത്തി വി.എസിനെ പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ച് ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. വി.എസിന്റെ ആരോഗ്യനിലയിൽ രക്തസമ്മർദ്ദവും അതുപോലെ തന്നെ വൃക്കയുടെ പ്രവർത്തനവും സാധാരണയിലാക്കാനുള്ള ശ്രമമാണ് 2 ദിവസമായി നടക്കുന്നത്. ഇതിൽ ചെറിയൊരു മോശം ആരോഗ്യാവസ്ഥ അദ്ദേഹത്തിന് രാവിലെ ഉണ്ടായിരുന്നു. അത് മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 9 മണിയോടുകൂടിയാണ് വി.എസിന് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തെ ഈ ആശുപത്രിയിൽ കൊണ്ടുവരികയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ നിന്ന് ഇടയ്ക്കൊക്കെ വി.എസ് ആരോഗ്യനില മെച്ചപ്പെടുന്ന ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും ആരോഗ്യനില മോശമാവുകയായിരുന്നു. ഇപ്പോൾ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കൂടി അദ്ദേഹത്തിന്റെ ചികിത്സയുടെ ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രഞ്ജിത്ത്, ഇതാണ് സാഹചര്യം. ഏതായാലും വി.എസിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ ഒരു 7 അംഗ സംഘം ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചു എന്നുള്ളതാണ്. അരുണ, നേരത്തെ വന്ന ഒരു 11:45 12 മണിക്കടുത്താണ് മെഡിക്കൽ ബുള്ളറ്റിൻ വന്നത്. അതിലാണ് ആരോഗ്യനില സംബന്ധിച്ച ചില വിവരങ്ങളുണ്ടായിരുന്നത്. അതിൽ ഹൃദയം ഈ പ്രവർത്തനങ്ങൾ, അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ അത്ര മെച്ചപ്പെട്ട നിലയിലല്ല.
രക്തസമ്മർദ്ദത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ള വിവരങ്ങളടക്കം പുറത്ത് വന്നിരുന്നു. ആ നിലയിൽ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? കഴിഞ്ഞ ദിവസത്തേക്കാളൊക്കെ കുറച്ചുകൂടി ഒരു ആരോഗ്യനിലയിൽ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതല്ലേ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്? അതുതന്നെയാണ്. ആരോഗ്യനില തീരെ മോശമായിരുന്നു. അദ്ദേഹത്തിന്റെ വൃക്കകളുടെ പ്രവർത്തനം പ്രശ്നമാകുമ്പോഴാണ് ഡയാലിസിസ് 72 മണിക്കൂർ നീണ്ട ഡയാലിസിസ് ആരംഭിച്ചത്. പിന്നീട് അത് കുറച്ച് സമയത്തേക്ക് നിർത്തിവെക്കുമ്പോൾ ക്രിയാറ്റിൻ ലെവൽ വീണ്ടും ഉയരുകയും വൃക്കകളുടെ പ്രവർത്തനം താറുമാറാകുന്ന അവസ്ഥയിലേക്ക് വീണ്ടും പോവുകയായിരുന്നു. അതുകൊണ്ട് വീണ്ടും അതൊരു പക്ഷേ ഇപ്പോഴത്തെ നിർദ്ദേശപ്രകാരം ഡയാലിസിസ് പുനരാരംഭിക്കാനുള്ള നിർദ്ദേശമാണ് ഡോക്ടർമാർ നൽകുന്നത്. അതിനൊപ്പം രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള ചികിത്സ VS-ന് 2019 തന്നെ അദ്ദേഹത്തിന് ഈ ഒരു കിടപ്പ് രോഗിയാക്കി മാറ്റിയത് പക്ഷാഘാതമായിരുന്നു. ആ പക്ഷാഘാതം ആദ്യഘട്ടത്തിൽ ആ രീതിയിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ന്യൂമോണിയ എന്ന രീതിയിലാണ് ചികിത്സ മുന്നോട്ട് പോയത്. പിന്നീട് പക്ഷാഘാതം സ്ഥിരീകരിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ വലതുവശം പാരലൈസ് ആയി പോകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് അതോടുകൂടി അദ്ദേഹം പൊതുപരിപാടികളൊക്കെ ഉപേക്ഷിച്ച് വീട്ടിൽ തന്നെ അദ്ദേഹത്തെ ഒതുങ്ങിക്കൂടേണ്ടി വന്നത്. ഇപ്പോൾ വീണ്ടും രക്തസമ്മർദ്ദം കൂടുന്നത്, ഉയർന്നു നിൽക്കുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അത് പ്രധാനമായും ചികിത്സ ഇപ്പോൾ ഡോക്ടർമാർ നോക്കുന്നത്. രക്തസമ്മർദ്ദം കുറയ്ക്കാനും അതുപോലെ തന്നെ വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അത്ര അനായാസമായൊരു ഉത്തരവാദിത്തമല്ല ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഏറ്റെടുത്തിരുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലൂടെ VS കടന്നു പോകുന്നതിന്റെ പ്രായം പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ്. അതൊക്കെ മറികടന്ന VS-നെ പരമാവധി ആരോഗ്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘം നടത്തുന്നത്. ഈ സ്വകാര്യ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർക്ക് പുറമെ ഇപ്പോൾ ആരോഗ്യവകുപ്പിലെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വകുപ്പ് മേധാവികൾ അടക്കമുള്ള ഒരു ആരോഗ്യ സംഘത്തെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സാഹചര്യമായി മനസ്സിലാക്കേണ്ടത്. VS-ന്റെ ആരോഗ്യനില പരിശോധിക്കാൻ ഒരു 7 വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം എത്തുന്നു. ഇത് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരടക്കം ഉള്ള ഒരു സംഘമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് VS-ന്റെ ആരോഗ്യനില കടന്നുപോകുന്നത്. അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.